ഫ്രണ്ട്സ്, അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ കൊച്ചിൻ്റെ മാമോദീസയാണ്. മോൻ്റെ കൊച്ചിൻ്റെ മാമോദീസയാണ്. ഇത് 3 വയസ്സ് കഴിഞ്ഞിട്ടാണ് ഈ കൊച്ചിനെ മാമോദീസ മുക്കുന്നത്. അപ്പോൾ ഇത്രയും പ്രായമുള്ള കൊച്ചിനെയൊക്കെ മാമോദീസ മുക്കുന്നതൊന്നും ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എന്താകുമോ എന്തോ, അച്ഛൻ കൊച്ചിനെ ഓടിച്ചിട്ട് പിടിക്കേണ്ടി വരുമോ, അച്ഛനെ അവള് നിലയ്ക്ക് നിർത്തേണ്ടി വരുമോ എന്നൊന്നും പറയില്ല. അങ്ങനത്തെ ഒരു ഓട്ടക്കാരി കുസൃതിയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. പോകാം. മാമോദീസ കല്യാണം എന്നാണ് ഞങ്ങൾ പറയുന്നത്. അത് ഈ മാമോദീസയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. സാധാരണ ഞങ്ങൾ ഒരു 6 മാസം 3 മാസം ഒക്കെ 2 മാസമൊക്കെ കൂടുമ്പോഴാണ് കുഞ്ഞുങ്ങളെ മാമോദീസ മുക്കുന്നത്. ഇപ്പോൾ ഈ കൊച്ച് കാനഡയിലാണ് ജനിച്ചതും, പിന്നെ അതുകൊണ്ട് തന്നെ അതിനെ മാമോദീസ മുക്കാനായിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. അപ്പോൾ മാമോദീസ ചടങ്ങിന് നിർത്തിയിരിക്കുകയാണ്. ഇനിയുള്ള കാര്യങ്ങൾ നമുക്ക് നേരിൽ കാണാം. കുഞ്ഞിൻ്റെ അമ്മയുടെ അമ്മയാണ് തല തൊടാനായിട്ട് ഒരുങ്ങി നിൽക്കുന്നത്. ഞങ്ങൾക്ക് മൂത്ത കുട്ടീനെ അപ്പൻ്റെ ആൾക്കാരും ഈ രണ്ടാമത്തെ കുട്ടിയെ അമ്മയുടെ ആൾക്കാരുമാണ്. ഇതിപ്പോൾ രണ്ടാമത്തെ കുട്ടിയാണ്. അവൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ അച്ഛൻ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അച്ഛനുമായിട്ട് നല്ല ഇണക്കമായി അവൾ. കുറേ ഭാഗങ്ങൾ ഞാൻ കട്ട് ചെയ്തു. അവൾക്ക് മയക്കം വന്നു തുടങ്ങി. കുറേ നേരമായില്ലേ അങ്ങനെ കൈമാറി സ്വന്തം അമ്മ പിടിക്കാതെ. ഇപ്പോൾ Naati
കുഞ്ഞ് നല്ല ഉറക്കമായി. ദൈവിക ശ്വാസമേ നിന്റെ മകൾക്ക് നൽകണമേ. അച്ഛൻ പേര് ചൊല്ലുന്നു. മാതാവിൻ്റെ നാമധേയത്തിലുള്ള പള്ളിയാണ്. മാതാവിൻ്റെ പേരായ മറിയം എന്നാണ് പേര് ചൊല്ലിയത്. സകല ദുഷ്ടാത്മാക്കളെ ഞാൻ ബഹിഷ്കരിക്കുന്ന ബുദ്ധിയോ അഹങ്കാരമായവനെ നീ ശാസിച്ച നിന്റെ ദാസിയെ വന്ധ്യാത്മാക്കളും സ്വതന്ത്രയാക്കണമേ. അല്ലയോ ശുദ്ധാത്മാവെ ഒരു ആഗ്രഹിക്കുന്ന ന്യായവിധിയെ നീ ഭയപ്പെട്ടുകൊള്ളുക. ദൈവ സൃഷ്ടിയെ നീ സമീപിക്കരുത്. എന്നാൽ അത് വിശ്വാസികളുടെ നിവാസങ്ങളുടെ ദൈവത്തിന്റെ ആലയമാകുന്നു. ഇതിനൊത്തിരി പരിശുദ്ധാത്മാവ് ദൈവത്തെ കൊണ്ട് ഞാൻ നിന്നെ ശബ്ദം ചെയ്യിക്കുന്നു. അശുദ്ധാത്മാവേ നീ സമൂലം വേഗത്തിൽ നിശേഷം നീങ്ങിപ്പോവുക, മത്സരിക്കരുത്. ചെയ്യേണ്ട രീതികളെല്ലാവരും അച്ഛൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. സാത്താനെ നിന്റെ സകല സൈന്യങ്ങളെയും ദൂതന്മാരെയും നിന്നുള്ള സകല ഭയത്തെയും സകല വഞ്ചനയും അറിയാമാവുന്ന ഞാൻ സാത്താനെ നിന്നെയും നിന്റെ സകല സൈന്യങ്ങളെയും
ദൂതന്മാരെയും നിങ്ങളുടെ സകല ഭയത്തെയും സകല മനസ്സിനെയും ഉപേക്ഷിക്കുന്നു. മാമോദീസ മുങ്ങുന്ന അറിയാമാകുന്ന സർക്കാരെ നിന്നെയും നിന്റെ സകല സൈന്യങ്ങളെയും ദൂതന്മാരെയും നിങ്ങളുടെ സകല ഭയത്തെയും എൻ്റെ വലത്തെ കൈകൊണ്ട് വലത്തേക്ക് ഇങ്ങനെ വലത്തേക്ക് അമ്മച്ചിയുടെ വലത്തേക്ക് മാമോദീസ മുങ്ങുന്ന അറിയാമാകുന്ന ഞാൻ വിശുദ്ധാനപുരാനെ നിന്നിലും പരിശുദ്ധന്മാരായ ദീർഘദർശിമാരും സ്ലീഹന്മാരും പിതാക്കന്മാരും മുഖാന്തിരം ദൈവികമായി ഇതിനാൽ ഭരമേൽപ്പിക്കപ്പെട്ടിട്ടുള്ള സകല ഉപദേശങ്ങളിലും ചേർന്ന് വിശ്വസിക്കുന്നു. മാമോദീസ മുങ്ങുന്ന അറിയാമാകുന്ന ഞാൻ വിശുദ്ധാനപുരാനെ നിന്നിലും പരിശുദ്ധന്മാരായ ദീർഘദർശിമാരും സ്ലീഹന്മാരും പിതാക്കന്മാരും മുഖാന്തിരം ദൈവികമായി ഇതിനാൽ വരമേൽപ്പിക്കപ്പെട്ടിട്ടുള്ള സകല ഉപദേശങ്ങളും ചേർന്ന് വിശ്വസിക്കുന്നു. വിശ്വാസപ്രമാണം സർവശക്തിയുള്ള പിതാവായ വിശുദ്ധ തൈലം മോറോൻ അച്ഛൻ കൊച്ചിൻ്റെ നെറ്റിയിൽ തൊടുന്നു. ആ ഭാഗമാണ് നിങ്ങൾ കാണേണ്ടത്. ഇതാണ് മാമോദീസ കല്ല്. അപ്പോൾ ആ മാമോദീസ കല്ലിൽ വേണ്ടതായ കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ കേട്ടോ. ഞങ്ങൾക്ക് മാമോദീസ മുക്കുമ്പോൾ ഒരു നൂല് പോലും ശരീരത്തിൽ ഉണ്ടാകാൻ പാടില്ല. ആഭരണങ്ങളോ ഒന്നും. അത് പ്രായമായ കുട്ടിയായാലും അങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ കുറേ ഭാഗങ്ങൾ ഞാൻ വേണ്ടെന്ന് വെച്ചു. ലോകം മൊത്തം കാണുന്നതല്ലേ, 3 വയസ്സ് കഴിഞ്ഞ കുട്ടിയുമല്ലേ. അപ്പോൾ അതിൻ്റെ ആ എല്ലാ ഡ്രസ്സും ഊരിച്ചിട്ടാണ്. അപ്പോൾ അതിനൊന്നും അവൾ വീട്ടിൽ വെച്ച് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ പാവാടയും ബ്ലൗസ് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ബ്ലൗസ് ഇച്ചിരി കയറി നിന്ന് അവളുടെ വയറ് കാണാത്ത വിധം അവളെ ഇറക്കി പിടിച്ച് വലിച്ചിടും. അവൾ ഇത്രയും ജനത്തിൻ്റെ ഉള്ളിൽ അവൾ എന്തോ ഒരു ദൈവിക ശക്തി ദൈവം കൊടുക്കുന്നതായിരിക്കും. അവൾ മിണ്ടിയില്ല. പരിശുദ്ധ നൂറാൻ എന്ന് പറയുന്നത് വിശുദ്ധ തൈലം ചേർക്കുന്ന ഭാഗമാണത്. ജീവന്റെയും പാപോനത്തിന്റെ പ്രത്യാശയിൽ നിത്യജീവന് വേണ്ടി പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ മറിയാം മാമോദീസ മുങ്ങുന്നു. സ്നാനം കഴിഞ്ഞ കുട്ടിയെ തോർത്തി ഒരു ടർക്കിയിൽ പൊതിഞ്ഞ് പിടിച്ചിരിക്കുകയാണ്. ഇപ്പോഴാണ് ഞങ്ങളുടെ മതാചാര പ്രകാരം ക്രിസ്ത്യാനി ആയത്. ജീവനാൽ മുദ്ര കുത്തപ്പെടുന്നു. Del
നാമത്തിന് അനുയോജ്യമായി തീരുകയും ചെയ്യണമേ. നിന്നോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വന്ദനായ പുത്രനെ കാത്തുകൊള്ളട്ടെ. നീ ധരിച്ചിരിക്കുന്ന പരിശുദ്ധ റൂഹാനെ പൂർത്തീകരിച്ച ഉപദ്രവങ്ങളിൽ രക്ഷിക്കട്ടെ. നീ സ്വീകരിച്ചിരിക്കുന്ന മാമോദീസ എന്നേക്കും വസിക്കുകയും ചെയ്യുമാറാകട്ടെ. പുത്ര സ്വീകാര്യമാകുന്ന ആത്മീയമാതാവിനെ പുത്ര സഹോദരിയായി നീ പൂർത്തീകരിച്ചിട്ടുള്ള ഈ ദാസിയെ ജീവദായകമായ വിവേകശക്തിയുള്ള സുവിശേഷപരമായ നടപടികളിലേക്ക് നയിച്ചു കൊള്ളണമേ. എല്ലാം അവസാനം പ്രാപിക്കുന്നവർക്കായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഈ കിരീടം സ്വർഗരാജ്യത്തിൽ വെച്ച് പ്രാപിക്കുമാറാകണമേ. ഈ കിരീടം നീക്കപ്പെടുന്നതോടുകൂടെ നിന്റെ വലത്തുകയുടെ സഹായം ഇവൾ ഉറച്ച് ശക്തി പ്രാപിച്ച് വളരെയും സ്വർഗീയമായ ആഹ്വാനത്തിന്റെ വിവിധം പ്രാപിക്കുകയും ചെയ്യുന്നതിന്റെ ഏകാന്തം സാരാംശമായിരിക്കുന്ന പരിശുദ്ധ രൂഹായി സ്തുതിക്കുമാറാകണമേ. എന്നേക്ക് നമ്മുടെ ദൈവമായ മിശിഹായുടെ പാപപരിഹാരപ്രദമായ മാമോദീസായിൽ നിന്ന് ഈ പ്രാപിച്ചിരിക്കുന്ന പരിശുദ്ധ മുഴുവനോടുകൂടെ പരിശുദ്ധ തൃത്വത്തിന്റെ കൃപയ്ക്കും കരുണയ്ക്കും ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്തോടെ പോവുക. വീഞ്ഞ് കഴിക്കാൻ കൊടുക്കുന്നു. കുഞ്ഞിൻ്റെ മാതാപിതാക്കളെ വിളിച്ച് കുറച്ച് കാര്യങ്ങൾ അച്ഛൻ അവരോട് പറഞ്ഞു കൊടുക്കുന്നതാണ്